ഹായ് ഫ്രണ്ട്സ്, സ്റ്റീയാൻ ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേരളത്തിൽ ഇന്ന് ഒത്തിരി അധികം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയവുമായിട്ടാണ്. മുല്ലപ്പെരിയാർ ഡാം. ഞാൻ താമസിക്കുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം എനിക്ക് സംസാരിക്കാൻ അവകാശവുമുണ്ട്. 2018 പ്രളയം ഉണ്ടായപ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും വെള്ളത്തിൽ മുങ്ങിച്ചാകാതെ രക്ഷപ്പെടുത്തിയത് മത്സ്യത്തൊഴിലാളികളാണ്. അവരോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. 1887 പണിയാരംഭിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് 1895 പൂർത്തിയായത്. 1886 ഒക്ടോബറിൽ തിരുവിതാംകൂർ മഹാരാജാവും പ്രസിഡൻസിയും തമ്മിലുണ്ടാക്കിയ ഒരു കരാർ പ്രകാരം അണക്കെട്ട് നിർമ്മിക്കുന്നതിനായി 8,000 ഏക്കർ ഭൂമി തിരുവിതാംകൂർ മഹാരാജാവിന് പാട്ടത്തിന് നൽകി. ആ പാട്ടക്കരാർ 999 വർഷത്തേക്കായിരുന്നു. ഈ പാട്ടക്കരാർ വേണമെങ്കിൽ വീണ്ടും 999 വർഷത്തേക്ക് നീട്ടാനുള്ള ഓപ്ഷനും അതിലുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണ്, വേണമെങ്കിൽ എന്നാണ് ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റദ്ദ് ചെയ്യാനും ഉള്ള അധികാരം ഉണ്ട് എന്നർത്ഥം. ഈ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് തിരുവിതാംകൂർ മഹാരാജാവും പ്രസിഡൻസിയും തമ്മിലാണ്. അല്ലാതെ കേരള സംസ്ഥാനവും തമിഴ്നാട് സംസ്ഥാനവും തമ്മിലല്ല ഈ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ 8,000 ഏക്കർ ഭൂമിക്കാണ് പാട്ടക്കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലാതെ മുല്ലപ്പെരിയാർ അണക്കെട്ടിനല്ല. കേരളത്തിൽ 1ാം നിയമസഭ രൂപം കൊള്ളുന്നത് 1957 മാർച്ച് 16 അതിനു മുമ്പ് നമ്മുടെ ഈ കേരളം ഭരിച്ചിരുന്നത് രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്നു. 1957 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ശ്രീ EMS നമ്പൂതിരിപ്പാട് കോൺഗ്രസിനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി. ഞാൻ ഇത്രയും വിശദീകരിച്ചത് എവിടെയാണ് കേരളം ചതിക്കപ്പെട്ടത് എന്ന് ഓർമ്മിപ്പിക്കാനാണ്. 1957 മുതലാണ് കേരളവും തമിഴ്നാട് സർക്കാരും തമ്മിൽ മുല്ലപ്പെരിയാർ വിഷയം ചർച്ചയാകുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല ഇത്രയും പറഞ്ഞത്. കേരളത്തെ മാറി മാറി ഭരിച്ച ഇടതും വലതും സർക്കാരുകളുടെ പിടിപ്പുകേടും ദീർഘവീക്ഷണം ഇല്ലായ്മയുമാണ് ഇന്ന് മുല്ലപ്പെരിയാർ വിഷയം കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ തലയിൽ സോക്രട്ടീസിൻ്റെ ഒരു വാള് പോലെ തൂങ്ങിയാടുന്നത്. കേരളത്തിലെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം കേരളത്തെ മാറി മാറി ഭരിച്ച ഇടതും വലതും സർക്കാരുകളാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇനിയും പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരായി ജീവിക്കുന്നത് എന്തിനാണ്? ഈ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന എല്ലാ കൊള്ളതാരിതമ്യക്കും നമ്മൾ ഇനിയും എന്തിന് സഹിക്കണം? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് എല്ലാം നമ്മൾ ടാക്സ് കൊടുക്കുന്നവരാണ്. മുല്ലപ്പെരിയാർ എന്ന ഈ ഡാമിൻ്റെ കാലാവധി ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. ഈ ഡാം ഇത്രയും അപകടകരമായ അവസ്ഥയിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇടതും വലതും രാഷ്ട്രീയ പാർട്ടികൾ മൗനം അവലംബിക്കുന്നത്? ഈ വിഷയത്തിൽ സംസാരിക്കാൻ മാത്രം രാഷ്ട്രീയ പാർട്ടികളുടെ നാവ് ചെറുതായിപ്പോയോ? അതോ വയനാട് ദുരന്തം പോലെ, അഹമ്മദാബാദ് പ്ലെയിൻ അപകടം പോലെ
മറ്റൊരു ദുരന്തം സംഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? അല്ലയോ രാഷ്ട്രീയക്കാരാ, സാധാരണക്കാരായ ജനങ്ങളെ കുരുതി കൊടുത്തിട്ട് വേണോ നിങ്ങളുടെ പാർട്ടി നയം സംരക്ഷിക്കാൻ? മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഞാനും എൻ്റെ കുടുംബവും ഈ ലോകത്തുണ്ടാവില്ല. ഞങ്ങൾ ആ അപകടത്തിൽ മരിക്കും. ഞാൻ പെരിയാറിൻ്റെ തീരത്താണ് താമസിക്കുന്നത്. ഇനി നിങ്ങൾ തീരുമാനിക്കുക എന്ത് വേണമെന്ന്. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കൂ. ജനങ്ങൾ പ്രതികരിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇനിയും പ്രതികരിക്കാതിരുന്നാൽ നമ്മൾ ഈ കേരളത്തിലെ ഭൂരിഭാഗം ആൾക്കാർ, ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനോടെ അവശേഷിക്കുന്ന ബാക്കിയുള്ളവർ സമാധാനം പറയേണ്ടതായിട്ട് വരും. ചാനലുകാരും ഇനി പ്രതികരിക്കില്ല. ഈ ചാനലുകാരെല്ലാം അവർക്ക് കിട്ടുന്ന അപ്പക്കഷ്ണം തിന്ന് അവരെല്ലാം തൃപ്തരായിരിക്കുകയാണ്. ജനങ്ങൾ തീരുമാനിക്കണം എന്ത് വേണമെന്ന്. ഈ വിഷയം, മുല്ലപ്പെരിയാർ വിഷയം, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് സമർപ്പിക്കുകയാണ്.